ജീവിതത്തെ മരണത്തിൻ്റെ ദുരാത്മാവ് ആക്രമിക്കുന്നുവോ? പരിഹാരമാർഗം 1, പ്രത്യാശയുള്ള വ്യക്തിയായി തീരുക. പ്രത്യാശിക്കുക, മുൻപോട്ട് നോക്കുക, പുതിയ ആരംഭങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കുക. പുതിയ പദ്ധതികൾ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുന്നു എന്ന് പ്രത്യാശിക്കുക. നാളുകളിലേക്ക് നോക്കി ഒരു ശുഭ ഭാവി വരുന്നു എന്ന് പ്രത്യാശിക്കുക. തടവറയിലായിരുന്ന ജോസഫ്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ജോസഫ്, തന്നിൽ ഈ ഗുണമേന്മ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഭാവിയിലേക്ക് നോക്കി ജോസഫ് പ്രത്യാശിച്ചിരുന്നു. കാരണം മുൻപ് തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ, ആ സ്വപ്നത്തിലൂടെ ലഭിച്ച ദൈവാലോചനകൾ, ആ ദൈവാലോചനകളാണ് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പീഡനങ്ങൾ താൽക്കാലികമാകുന്നു, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. ആ ഒരു പ്രത്യാശയാണ് തന്നെ യഹോവയിലുള്ള ആശ്രയത്തിൽ നിലനിർത്തിയത്. പ്രത്യാശയുള്ളവരായിരിക്കുക. ഒന്നാമതായിട്ട്, സ്പിരിറ്റ് ഓഫ് ഡെത്ത് നിങ്ങൾക്ക് വിരോധമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ പ്രത്യാശയുള്ള ഒരു ദൈവപൈതലായിരിക്കുക. പ്രത്യാശ ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യുകയില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്നതിനാൽ നിങ്ങൾ ആശിക്കുന്നത് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു.